morning to all. Sorry. Good morning. To all. Good afternoon, ma'am. Good afternoon. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്തതിന്റെ പാളി. Okay. Yeah. Okay. Let's start with prayer, thought of the day, and signing. Prayer. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. താങ്ക് യു മാം. Okay. Yeah. Then. സൈലൻ പറയാം മാം. യുദ്ധങ്ങൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് യുദ്ധങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പൊ കുറെ ആയിട്ട് പത്രങ്ങളിലും ടി വി ന്യൂസുകളിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്നുള്ളത്. അപ്പൊ എന്താണ് യുദ്ധം എന്ന് ചോദിച്ചാൽ, രണ്ടോ അതിലധികമോ ചേരികളോ പ്രദേശങ്ങളോ ഒക്കെ ആയിട്ട് ചേരി തിരിഞ്ഞ് ആയുധങ്ങളോട് കൂടിയും സേനയെ ഉപയോഗിച്ചും നടത്തുന്ന ഒരു പോരാട്ടമാണ് യുദ്ധം എന്ന് പറയുന്നത്. കീഴടക്കുക, ഉദ്ദേശം അടിച്ചേൽപ്പിക്കുക, അവകാശം പിടിച്ചു വാങ്ങുക എന്നിവയൊക്കെ ആകാം യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയം, വ്യവസായം, മതം, വംശീയത എന്നിവയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കാം. യുദ്ധത്തിന്റെ കാരണമായും ഇവയെ നമ്മൾ കണക്കാക്കുന്നു. യുദ്ധം എന്ന് പറയുന്നത് ലോകസമാധാനം തകർക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാക്കുന്നു. നിസ്സഹായതയുടെ, ഒറ്റപ്പെടലിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യരെ എടുത്തെറിയുന്ന രോദനങ്ങളാണ് ഓരോ യുദ്ധവും. ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് മറ്റൊരു യുദ്ധം ഉണ്ടാകരുത് എന്നാണ്. എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരുടെ കരച്ചിലും രോദനവും അല്ലാതെ മറ്റൊന്നും യുദ്ധങ്ങൾ നൽകുന്നില്ല. രക്തത്തിന്റെയും ഭയത്തിന്റെയും ഇരുട്ടിലേക്ക് മനുഷ്യ ജീവിതത്തെ തളച്ചിടുന്ന ഈ മഹാപാതകത്തിൽ ആരും തന്നെ വിജയിക്കുന്നില്ല. ബാക്കിയാകുന്നതോ തീവ്രമായ ദുഃഖവും വിവരിക്കാനാവാത്ത നഷ്ടങ്ങളും. ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണിപ്പോൾ. എല്ലാ നിസ്സഹായതയും ഉൾവഹിച്ച് അവിടുത്തെ സ്വദേശികളും വിദേശികളുമായ സാധാരണക്കാർ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജനങ്ങൾ പലായനം ആരംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എത്രമേൽ ഭീകരമായാണ് യുദ്ധം ഒരു രാജ്യത്തെ ജനതയെ ഭയാനകമായ ഒറ്റപ്പെടുത്തലിലും അരക്ഷിതാവസ്ഥയിലും തളച്ചിടുന്നത്. കുട്ടികൾക്ക് ഭക്ഷണം നൽകാനില്ലാതെ ഹൃദയം തകർന്ന രക്ഷിതാക്കളുടെ നിലവിളി ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. കൺമുന്നിൽ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചു വീഴുന്നത് ഓർത്തു നോക്കൂ. ചുറ്റും രക്തത്തിന്റെ മണവും കരച്ചിലിന്റെ ശബ്ദവും മനസ്സിൽ അനുഭവിച്ചു നോക്കൂ. ഇതാണ് ഇപ്പോൾ ജനതയുടെ ജീവിതം. യുദ്ധം എത്രയും വേഗം അവസാനിക്കണം. ഇരകൾക്കൊപ്പം മനസ്സിലുണ്ടെങ്കിലും നിൽക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ രാഷ്ട്രീയ ശരികൾക്കും അപ്പുറം മനുഷ്യത്വം എന്ന ഒരു വികാരം നാം ഉൾക്കൊള്ളണം. യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുക, അവരുടെ വേദനകൾ നമ്മുടെ കൂടി വേദനകളാവുക. അപ്പോൾ മാത്രമാണ് യുദ്ധം പ്രമേയമാകുന്ന തമാശകളും ട്രോളുകളും പോലും നമുക്ക് തിരസ്കരിക്കാനായിട്ട് സാധിക്കുക. യുദ്ധങ്ങളും പ്രശ്നങ്ങളും എത്രയും വേഗം അവസാനിച്ച് സമാധാനപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Okay. Life is a book. Every day a new page, every month is a new chapter, and every year is a new series. APJ Abdul Kalam. Okay. മയൂഖ ക്ലാസ്സിൽ ആദ്യമായിട്ടാണോ? അല്ല, മയൂഖ അല്ല, നിഷ. അതെന്റെ മോളെ പേരാണ്. Okay. Yeah. Okay. എന്തെങ്കിലും വിശേഷം സുഖാണോ? How are you all? സുഖമാണ്. സുഖം. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞെങ്കിലും ഇതിന് മനസ്സിലായോ? നോട്ട് ചെയ്തോ നിങ്ങൾ അത്? ചെയ്തോ?
ഇല്ല ശരി ഓക്കെ ആക്റ്റീവ് ആണോ ക്ലാസ്സില് അത് ആദ്യം ചോദിക്കട്ടെ ആക്റ്റീവ് ആണോ ആണ് ഓക്കെ സോ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് പ്രപ്പോസിഷനിലേക്ക് പോവാം കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ അതൊക്കെ ക്ലിയർ ചെയ്യാട്ടാ സോ നെക്സ്റ്റ് പ്രപ്പോസിഷൻ is on നമ്മൾ ആക്ട് കംപ്ലീറ്റ് ചെയ്തു then നെക്സ്റ്റ് പ്രപ്പോസിഷൻ is on ആണ് കേട്ടോ നിഷ മ്യൂട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഓൺ പ്രപ്പോസിഷൻ നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യണം എന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അച്ഛൻ നമ്മൾ പഠിച്ചു അച്ഛൻ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓൺ ഉണ്ട് ഓൺ ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പോയിന്റ് വൈസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാം ഓൺ എവിടെയൊക്കെ യൂസ് ചെയ്യും ഡേ ഡേറ്റ് ഹോളിഡേ ലാർജ് വെഹിക്കിൾ ടു വീലർ സർഫേസ് ആൻഡ് മീഡിയ ഇത്രയും പ്ലേസസിൽ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇതുവരെ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാകാം പക്ഷെ ഇനി മുതൽ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ഓൺ തന്നെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത് ഓക്കെ പോയിന്റ് വൈസ് എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യും ഓക്കെ അതായത് ഡേ വരുന്നിടത്ത് ഓൺ ചെയ്യുക അതായത് ഐ വിൽ മീറ്റ് യു ഓൺ മൺഡേ ഞാൻ മൺഡേ മീറ്റ് ചെയ്യാം മൺഡേ വന്നത് കൊണ്ട് നമ്മളോട് ഓൺ ആഡ് ചെയ്തു ഇനിയിപ്പോ ഡേറ്റ് ആണ് ഐ വിൽ മീറ്റ് ഓൺ 2nd ജൂൺ ഞാൻ അതിനെ മീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഡേറ്റ് ആണ് സോ ഡേറ്റ് വരുമ്പോ നമ്മൾ ഓൺ ആണ് ആഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഡേ ആൻഡ് ഡേറ്റ് വെച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഇനി നിങ്ങൾ ഓരോ പോയിന്റ് വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക നെക്സ്റ്റ് ഓക്കെ ക്ലിയർ ഓക്കെ അല്ലേ ഏകദേശം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കും മിസ്റ്റേക്സ് ഞാൻ
Okay, clear. Yeah, sorry for the inconvenience. Technical issues വന്നുകൊണ്ടാണ് കേട്ടോ കട്ടായി പോയെ. Okay, let's continue the class and textbook. Yeah. The books are on the table. I always watch TV on my holidays. I like to travel on a bike, media island. Yeah. Okay. അതായത് ഡേയ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഡേറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ അറിയാലോ അങ്ങനെയാണെന്ന്. ഇനി ഹോളിഡേ വരുമ്പോ ഹോളിഡേയും ഒരു ഡേറ്റ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹോളിഡേ മീൻസ് ഓണം, ഓണം വേണ്ട, ക്രിസ്മസ്. ക്രിസ്മസ് ഒരു പർട്ടിക്കുലർ ഡേ ആണ് അല്ലെ, December 25th. അതാണ് ക്രിസ്മസ്. എത്ര നാള് വേണമെങ്കിലും ചേഞ്ചസ് വരാത്തൊരു ഡേറ്റ് ആണ് അല്ലെ ക്രിസ്മസ്, ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത്. അപ്പോ അത് ഹോളിഡേയും കൂടിയാണ് അല്ലെ. നമുക്ക് വേണമെങ്കിൽ പറയാം I will meet you on Christmas എന്ന് പറഞ്ഞാൽ, on Christmas എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ആ ഡേ നമ്മൾ മീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ? അതവിടെ നിൽക്കട്ടെ, കണ്ടിന്യൂ ചെയ്യാൻ ക്ലിയർ ചെയ്തത്. അതിനുശേഷം വരുന്നത് ലാർജ് വെഹിക്കിൾ. നമ്മള് ലാർജ് വെഹിക്കിൾ ആയ നമുക്ക് നിൽക്കാൻ പറ്റുന്ന, ഓക്കെ, നിൽക്കാനും നടക്കാനൊക്കെ പറ്റുന്ന ലാർജ് വെഹിക്കിൾ എല്ലാരും ഓൺ ആണ് പറയുക. അതായത് ബസ് നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. തെറ്റാണ് പറയുന്നെങ്കിലും ഞാൻ ബസ്സിലാണ് എന്ന് പറയുമ്പോൾ ഐ മീൻ ദ ബസ് എല്ലാവരും പറയും. മിക്കവരും മിസ്റ്റേക്സ് വരുത്തിട്ട് ഇൻക്ലൂഡിങ് മീ. ഞാൻ മിസ്റ്റേക്സ് വരുത്തിയ കാര്യമാണ് പണ്ട്. ഐ മീൻ ദ ബസ്, ഞാൻ ബസ്സിലാടാ, ഐ മീൻ ദ ബസ് എന്ന് പറയും. പക്ഷെ തെറ്റാണ് കേട്ടോ. ബസ്സാണ്, ബസ്സിന്റെ ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾ ബസ്സിലാണെങ്കിൽ I'm on the bus എന്ന് തന്നെ പറയാം. ഓക്കെ, I'm on the bus. അപ്പൊ ബസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ട്രെയിൻ, ഫ്ലൈറ്റ്, അങ്ങനെ പറയുന്ന എല്ലാ ലാർജ് വെഹിക്കിൾ, ലോറി ഇതൊക്കെ പറയില്ലേ, അതാണ് എല്ലാ ലാർജ് വെഹിക്കിളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഓൺ എന്ന് പറയുന്നത്. ഒന്നും പറ്റില്ല. അപ്പൊ ലാർജ് വെഹിക്കിൾ മാത്രമല്ല, ടു-വീലേഴ്സ് ഓൾസോ നമുക്ക് ഓൺ വെച്ചിട്ട് പറയണം. ഇപ്പൊ ഞാൻ ബൈക്കിലാണ്, ഞാൻ സൈക്കിളിലാണ് എന്ന് പറയുമ്പോഴും ഈ ഓൺ തന്നെ വേണം. Okay, I'm on bike. I'm coming on my bike. Okay. Oh, two-wheelers, large vehicles, date, and holiday. ഇത് രണ്ട് ക്ലിയർ ആണ്. ഇത്രയും ക്ലിയർ ആണ്. ഹോളിഡേ കുറച്ചുകൂടി കണക്ട് പറയാം. Then surface. Surface means പ്രതലങ്ങൾ. ടേബിൾ ഒരു പ്രതലാണ്. I think wall. Wall ഒരു പ്രതലാണ്. സർഫേസ് ആണ്. അതായത് പിക്ചർ ഹാങ് ചെയ്യാൻ നിൽക്കുക. ഹാങ് ചെയ്യുന്നത് വാളിലാണ് അല്ലെ. Oh, let's hang this picture on the wall. Wall-il picture hang ചെയ്യാനാണ് പറയുന്നത്. Okay, can you hang this picture on the wall? എന്ന് ചോദിച്ചാൽ wall-ൽ picture ഒന്ന് hang ചെയ്യാൻ പറ്റുമോ? So wall also a surface. Wall surface ആണ്, ground surface ആണ്, അല്ലെങ്കിൽ table surface ആണ്. Okay, നമ്മുടെ തറ അതൊക്കെ surface ആണ്. മനസ്സിലായോ? book ഒരു surface ആണ്. Paper ഒരു surface ആണ്. ഇപ്പോ നമ്മളോട് പറയാണ് പേപ്പറിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് പേപ്പറിൽ എഴുതൂ എന്ന് പറയാണ്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ യുവർ പേപ്പർ. റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ യുവർ പേപ്പർ. പേപ്പറിൽ എഴുതാനാ പറയുന്നത്, ഓൺ യുവർ പേപ്പർ. ഇൻ യുവർ പേപ്പർ അല്ല, ഓൺ യുവർ പേപ്പർ, ഓൺ എ പേപ്പർ. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ഡൗൺ, റൈറ്റ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ. പേപ്പറിന്റെ മുകളിൽ എഴുതൂ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതൂ എന്നെങ്കിലും പറയുന്നത്. പേപ്പറിൽ എന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇന്നാണ്, എന്ന് പറഞ്ഞ ഇന്നാണ് പണ്ടൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു സർഫേസിൽ വെച്ചിട്ടാണ് എഴുതുക. അപ്പൊ അത് ഓണാണ്, മുകളിലാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ പേപ്പറിൽ എഴുതൂ എന്ന് പറയുമ്പോൾ ഓൺ തന്നെയാണ് വരെ, ഒരിക്കലും കണക്കാക്കി കേട്ടോ. അപ്പൊ സർഫേസ് ക്ലിയർ ആണ്. ഇപ്പോ they are playing on the ground പറയാം, in the ground പറയാം. രണ്ട് പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നുമില്ല കേട്ടോ. ഭീകരമായ മിസ്റ്റേക്സ് ഒന്നും ഇനി ഓണം പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നും വരില്ല. ഇനിയിപ്പോ റൈറ്റ് ഡൗൺ ഇനിയോ പേപ്പർ എന്ന് പറയുന്ന കേസ് ഓണാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇനി പറയുന്ന ടൈമിൽ അത് കാണിച്ചു തരാം. ഇനിയിപ്പോ സർഫേസ് കഴിഞ്ഞു. പിന്നെ ഇനി മീഡിയ, നമ്മുടെ കയ്യിരിക്കുന്ന എല്ലാരും ഫോൺ ഉൾപ്പെടെ ഒരു മീഡിയ ആണ്. ഓക്കെ, she's watching a movie on the phone. Okay, she's watching a movie on the phone. But ഫോണില് മൂവി കാണാണ്. She's watching a movie on the phone. അത് മൂവി ഫോണിൽ കാണാണെന്നാ പറയാം. Phone is a media. Then വേറെ രീതിയിലും പറയാം, she's watching videos
on YouTube or on Instagram. അപ്പോ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാവരും മീഡിയ തന്നെയാണ്. ഓക്കെ, ക്ലിയർ? ഏതാണെങ്കിൽ പോലും അത് റേഡിയോ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്റർടൈൻ ചെയ്യുന്ന എല്ലാ മീഡിയാസ് അല്ലേ. സോ അതെല്ലാം എന്ത് മീഡിയാസിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും ആ വാക്കോട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഓൺ ആയിരിക്കണം. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയി. ഇനി കുറച്ച് ഡൗട്ട്സ് ഉള്ളത് ഹോളിഡേയിലാണ്. കാരണം നമ്മൾ ഓൾറെഡി അറ്റ് യൂസ് ചെയ്തപ്പോ അറ്റ് പ്രപ്പോസിഷൻ ഡിസ്കസ് ചെയ്തപ്പോ ഞാൻ ഹോളിഡേയുടെ കാര്യം അവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 8 സെക്കൻഡ്. ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? പറയൂ, ഡിസ്റ്റർബൻസ് ഉണ്ടോ? വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, നമ്മൾ അറ്റ് പറഞ്ഞപ്പോ ഹോളിഡേ പറഞ്ഞു അല്ലെ. ഐ വിൽ മീറ്റ് യു അറ്റ് ഓണം. ഐ വിൽ മീറ്റ് യു അറ്റ് ഓണം എന്ന് പറഞ്ഞാൽ അത് പർട്ടിക്കുലർ ഡേറ്റിനെ സൂചിപ്പിക്കുന്നതാണോ? അല്ല, ഒരു പീരീഡ് ആണ് സൂചിപ്പിക്കുന്നത്. ആ ഓണം ഓണം എന്ന് പറയുന്നത് ഒരു 4 ദിവസത്തെ ഓണമൊക്കെ ഉണ്ട് അല്ലെ, ഒരു വെക്കേഷൻ ആണെന്ന് പറയാം. അപ്പൊ ആ ഏതെങ്കിലും ഒരു ടൈമില് അതിന് മീറ്റ് ചെയ്യാൻ വരും എന്നാ പറയുന്നത്. പക്ഷേ ഓൺ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഐ വിൽ മീറ്റ് ഓൺ ഓണം എന്നാണ് പറയുന്നതെങ്കിൽ ഓണം എന്ന് പറയുന്നത് തിരുവോണം, അതൊരു ഡേറ്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഓൺ വിഷു എന്ന് പറഞ്ഞാൽ വിഷുവിന്റെ ആ ഡേറ്റില്, ആ പർട്ടിക്കുലർ ഡേറ്റിലാണ് മീറ്റ് ചെയ്യാൻ വരും എന്ന് പറയുന്നത്. അപ്പൊ ഓൺ യൂസ് ചെയ്യുമ്പോൾ ഡേറ്റും അറ്റാണ് ഹോളിഡേക്ക് യൂസ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പീരീഡുമാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അറ്റ് മാത്രം പഠിച്ചാൽ പോരാ, അതിനെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ ഓൺ ഇന്നൊക്കെ പഠിക്കണം. ഇനിയിപ്പോ അറ്റിന്റെ ഡൗട്ട് ഓൺ പറഞ്ഞപ്പോ ക്ലിയർ ആയി അല്ലെ, കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി ഇന്നെടുക്കുമ്പോ ഓണിൽ വരുന്ന ഡൗട്ടും അറ്റിൽ വരുന്ന ഡൗട്ടും ഇന്നെടുക്കുമ്പോ ക്ലിയർ ആയി. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങൾക്ക് ക്ലിയർ ആയോ? മീഡിയ, ഇത്രയും പോയിന്റ് ആണ് ഞാൻ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനിൽ പറഞ്ഞത്. എല്ലാം ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ എക്സാമ്പിൾ ചേർത്ത് റീഡ് ചെയ്യാത്തവര് നെക്സ്റ്റ് ചെയ്യാട്ടോ. Then on my holidays പറയാം. Shruti, my daughter's birthday on April 13. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഏപ്രിൽ എന്ന് പറയുന്നൊരു മന്ത് ആണ്. അതിന്റെ കൂടെ നമ്മൾ ഓൺ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 13 എടുത്ത് ഒരിടാം, ഡേറ്റ് എടുത്ത് ഇവിടെ ഇടാം. My daughter's birthday on 13th April എന്ന് പറയണം. ഓക്കെ, ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. മന്തിന്റെ മുന്നിൽ ഒരിക്കലും ഓൺ പ്രപ്പോസിഷൻ ആഡ് ചെയ്യാൻ പാടില്ല. My son like to ride on helicopter. Right. Okay. I will wake up late on. I will wake up on a happy. Okay. Proposition correct ആണ്. പക്ഷെ grammatically tense wise tense mistake ആണ്. tense പഠിക്കുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. I will see you on Friday. Yeah, correct. We have a meeting on Tuesday. Our birthday is on is on 10 May. ഒരിക്കലും മാസം ഫ്രണ്ടിൽ വരരുത്. ഇത് ഓൺ പ്രപ്പോസിഷന് ശേഷം മന്ത് വരാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഡേ അല്ലെങ്കിൽ ഡേറ്റ് ആയിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. വരത്തില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊരു ടെക്സ്റ്റ് ചെയ്യൂ. ഈ പറയുന്ന എല്ലാ പോയിന്റ് വെച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അറിയാവുന്ന രീതിയിൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാം. പ്രപ്പോസിഷൻ മിസ്റ്റേക്സ് മാത്രമേ കറക്റ്റ് ചെയ്യൂ. ടെൻസ് വൈസ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യും. ടെൻസ് തൊട്ടാല് ഡൗട്ടാണ്. He's on the train. He's on a train. He's on train. He's on the train എന്ന് പറയും. He's on the train. On a train എന്ന് പറഞ്ഞാൽ he's on the train. He's on the train. I'm on the train. I'm on the bus. എന്ന് പറയും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാത്തവരുണ്ട്. മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്താണ് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയാം.
അപ്പൊ നിത്യ, പ്രവിത, ഒക്കെയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ബാക്കി ആരൊന്നും പറയുന്നില്ല. The TV show, the shows is on TV. Shows is on TV. I have a day off on the. I have a day off. Day off means leave ആണ് ഉദ്ദേശിച്ചത്. ആണോ? ലീവ് ആണോ അല്ലെങ്കിൽ ഓഫ് ആണ് എന്നാണ് ഉദ്ദേശിച്ചത് അഞ്ജു? ഓഫ് ലീവ് ലീവ് ലീവ്. Okay, I'm on leave on Tuesday എന്ന് പറയും. Okay, I'm on leave on Tuesday. We submitted the project on time. Yeah. ശരി പറയാം. അപ്പൊ be on time എന്ന് പറയില്ലേ? ഫ്രീസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അത്. അല്ലാതെ ടൈമിന് വേണ്ടി എന്തുകൊണ്ട് ഓൺ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അത് ഫ്രീസ് ആയതുകൊണ്ടാണ്. My birthday is on. നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത് കൂടെ ഓൺ അറിയാൻ പാടില്ല. സെയിം റിപ്പീറ്റ് ചെയ്തിട്ടാ ഞാൻ കുറച്ചു നേരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മന്ത് ആണ്. മൈ ബർത്ത്ഡേ ഈസ് ഓൺ മന്ത്. അവിടെ ഈസ് ഓൺ സെപ്റ്റംബർ ആണ് വരുന്നത്. സെപ്റ്റംബർ മന്ത് അല്ലേ? മന്തിന്റെ കൂടെ ഒരിക്കലും ഓൺ ആഡ് ചെയ്യാൻ പാടില്ല. എന്താ പറയണ്ടേ? മൈ ബർത്ത്ഡേ ഈസ് ഇത് പറയണം. പറഞ്ഞേ, പറയൂ. എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? How can we correct that second sentence? പറയൂ. My birthday is on 20 September. Okay, ഇങ്ങനെ വരണം കേട്ടോ. I think yeah. I planned a picnic is on Sunday എന്ന് പറയും. I planned a picnic on Sunday. The papers are on the coffee table. The papers are on the table. He went to school on Monday. Yeah. I will meet you. Meet in the spelling mistake aane. I will meet my friends on next Saturday. Yes. My sons എന്ന് പറയുമ്പോൾ പോസ്റ്റർ ഗസ്റ്റ് വേണം. Okay. My son's birthday on 10th September. The Republic Day on 26th January. His birthday on 23rd December. She is sitting on the chair. My birthday. My daughter's birthday on tomorrow. Is on tomorrow. Okay, is on tomorrow. My birthday is on July. ഇനി ഞാൻ പറഞ്ഞില്ല കേട്ടോ. എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്? മന്തിന്റെ കൂടെ ഓൺ വരല്ലേ എന്ന് പറയിപ്പിക്കും ഞാൻ കേട്ടോ കുറച്ച് നേരം കൊണ്ട്. ഓക്കെ, my birthday is on 2nd July എന്ന് പറയൂ സർഗ. My birthday is on 17th April. The teacher wrote on the board. My daughter managed on Sunday. So, that is clear or not? Do you have any questions about this preposition on? Any doubt? Clear ആണ്. എല്ലാവർക്കും clear ആണ്. Okay, മനസ്സിലായി? Okay, so let's present it as a like of the teacher. Okay, clear? Who is going to present first? ആരും ഫസ്റ്റ് പ്രസന്റ് ചെയ്യാം. preposition on നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്? an example can present it now. ആരുമില്ല.
ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ വിളിക്കാം. അറിയാവുന്ന പറയാം മിസ്സേ. ഓക്കെ, പറയൂ. ഡേ, ഹോളിഡേ, പിന്നെ വെഹിക്കിൾസ്, സർഫസ്, മീഡിയ, ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ, ദേ ഗോ ടു സ്കൂൾ ഓൺ ദ ബസ്, we have a meeting on Tuesday, I am on the train, the shows is on TV, her birthday is on 10th May. പോരെ, ഇത്രയൊക്കെയാണ് എക്സാമ്പിൾ. Yes. Then next. പ്രവിത, പറയൂ. Preposition is a word or group of words that related to other words or phrase and to each other. Example: at, on, by, into. Then on. On use ചെയ്യുന്നത് ഡേറ്റ് അല്ലെങ്കിൽ മന്ത് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ: ഐ വിൽ മീറ്റ് യു ഓൺ മൺഡേ, ഐ മീറ്റ് ഓൺ 2nd June, I will see you on Tuesday, holiday begins on February 2nd, now I am on a car, ball is on the table, I like to travel on a jeep. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിള്. അവനെ ജീപ്പ് ലാസ്റ്റ് വീക്കിലാണോ? മിസ് എന്ത്? ജീപ്പ് എന്നാണോ പറഞ്ഞത്? ജീപ്പ്. ജീപ്പ് ലാസ്റ്റ് വീക്കിലാണോ? ഐ ലൈക്ക് ടു ട്രാവൽ ഓൺ എ ജീപ്പ് എന്ന് പറഞ്ഞ. I like to travel on a jeep. ജീപ്പ്. ജീപ്പ് ലാസ്റ്റ് വീക്കിലാണോ? കാറിന്റെ കഥ കേട്ടോ ജീപ്പ് അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ അടുത്ത പ്രപ്പോസലിലേക്ക് പോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഇപ്പോ ചോദിക്കാട്ടോ. കാരണം ടെൻസ് എടുക്കുമ്പോ ഈ പ്രപ്പോസിഷനൊക്കെ ആവശ്യമാണ്. അന്നേരത്തെ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയാല് ഓക്കെ. കാരണം ഇപ്പൊ പഠിക്കുന്ന എല്ലാവരും നമ്മൾ ടെൻസ് പഠിക്കുമ്പോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇപ്പോ തന്നെ ഇത് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകാം. ഓക്കെ, കാരണം ടെൻസ് പഠിച്ചാൽ മാത്രമേ പിന്നീടുള്ള പോർഷൻസ് ഒക്കെ പഠിക്കാൻ പറ്റൂ. ഇത് പഠിച്ചാലേ ടെൻസിലേക്ക് പോകാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് പഠിപ്പിക്കുന്ന എല്ലാം ക്ലിയർ ചെയ്ത് പോകാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓ ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. സോ ഈ നെക്സ്റ്റ് അടുത്ത പ്രപ്പോസിഷൻ ഇൻ ആണ് കേട്ടോ. പിന്നെ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യാം? പ്ലേസ് എഴുതിക്കോളൂ. പ്ലേസ്, സീസൺ, മിസ് സെക്കൻഡ് എന്താ പറഞ്ഞേ? കേൾക്കുന്നില്ല. ഞാൻ ടെക്സ്റ്റ് ചെയ്യാവേ.
യെസ് ഓക്കെ എഴുതിക്കോളൂട്ടോ. അവിടെയൊക്കെ യൂസ് ചെയ്യാം. പ്ലേസ്, സീസൺ, വീക്ക്, മന്ത്, ഇയർ, ക്ലോസ് സ്പേസ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, സ്മോൾ വെഹിക്കിൾ. ഇത്രയും പ്ലേസസിൽ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇതില് നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റ് വെച്ചിട്ട് ഒന്ന് വേണ്ട ഞാൻ പറഞ്ഞില്ല, അതിന് ശേഷം എക്സാം കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? പ്ലേസ് അറിയാലോ? ആ എല്ലാ പ്ലേസിലും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാം കേട്ടോ. എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. സീസൺ, സീസൺ മീൻസ് വിന്റർ, സമ്മർ, മൺസൂൺ, ഇതൊക്കെ എന്താണ്? സീസൺ ആണ്. ഓക്കെ, അപ്പോ I planned a vacation in summer. I planned a trip in summer. Summer trip ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ സീസൺ അങ്ങനെയാണ്. ഒരു വീക്ക് I will meet you in 2 weeks. 2 വീക്സിനുള്ളിൽ ഞാൻ മീറ്റ് ചെയ്യും. Within 2 weeks പറയാം, in 2 weeks പറയാം. വീക്സ് അങ്ങനെയാണ് അല്ല. Then month. അപ്പൊ മനസ്സിലായോ? എന്തെങ്കിലും പറയേണ്ടത് മനസ്സിലായോ? അതായത് എന്താണ്, I was born in March 1994. March 5. അപ്പൊ പത്തിന് മുതൽ ഇന്നാണ് വരെ. I was born in 1994 എന്ന് പറയും. ഓക്കെ, ക്ലോസ് സ്പേസ്. ക്ലോസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്നൊരു മീനിങ് ആണ് ഇവിടെ യൂസ് ചെയ്യാം. ഫ്രിഡ്ജിനുള്ളിൽ ആപ്പിൾ ഉണ്ട്. Apples are in the fridge. Apples are in the fridge. And the pen is in my pocket. Pen in the pocket. Pen is in my pocket. Then morning. I wake up in the morning. I wake up in the morning. In the afternoon, in the evening. I'm going for a walk in the evening. Small vehicle പറഞ്ഞു. എങ്ങനെയാണ്? കാറ്, ജീപ്പ്, ഇതൊക്കെ സ്മോൾ വെഹിക്കിൾ ആണ്. I'm in car. I'm in a car. I'm in a jeep. I'm going a trip in a car. പറയാം. ഓക്കെ, അപ്പൊ കാർ എന്ന് പറയുമ്പോൾ ഇന്നാണ്. അപ്പൊ സ്മോൾ വെഹിക്കിൾ വരുമ്പോൾ ഇന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങളത് കറക്റ്റ് ചെയ്ത് അതൊന്ന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്. എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ മാത്രമല്ല, ഒന്നിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, എല്ലാവരും ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന എത്ര എക്സാമ്പിൾ ഉണ്ട്, എത്ര പോയിന്റ് ഉണ്ട് നോക്കിയേ. 8 പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. എവിടേക്ക് യൂസ് ചെയ്യാം? ഈ 8 പോയിന്റ് വെച്ചിട്ട് 8 എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് ഒരുമിച്ച് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാട്ടിരിക്കെ. ഞാൻ എല്ലാവരും ടെക്സ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ കറക്റ്റ് ആണോ ഇല്ലെന്ന് റെക്ടിഫൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, ക്ലാസ്സിലുള്ള എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. ക്ലിയർ? കേൾക്കുന്നുണ്ടോ? എല്ലാവരും ചെയ്യണം കേട്ടോ. ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഞാൻ കറക്റ്റ് ആണോ നിങ്ങൾ പറഞ്ഞില്ല ഞാൻ നോക്കിക്കോളാം. ഓരോന്നായിട്ട് ചെയ്യരുത്, ഒന്നിച്ച് ചെയ്യും. അവരെന്ത് ചെയ്യുമ്പോഴേക്കും ആരൊക്കെയാണ് ചെയ്തത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ചെയ്യാം. ഇവിടെ തന്നെ ഇട്ട് റിപ്പോർട്ടില്ല. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. ടെക്സ്റ്റ് ചെയ്യാം, അതിനുശേഷം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
ഇനിയും കുറച്ച് പേരും കൂടെ ടെക്സ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ, എല്ലാവരും ചെയ്യാം. ഓക്കെ, ക്രിസ്മസ് ഈസ് ഇൻ നെക്സ്റ്റ് മന്ത്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ, ഞാൻ കറക്റ്റ് ചെയ്യാം, അതിനുശേഷം കറക്റ്റ് ചെയ്യാം കേട്ടോ. Okay, correct here now. I'm living in Kerala. Mr. Peter, I will reach there in a week. My birthday is on December. I born in 1989. But it is taken a dog. My call is in a box. Okay, I will reach Kochi in the evening. I'm in the car. Yeah, I'm in the classroom. Yeah, he's in Germany, and my birthday is in September. I like to eat. I spend winter. I wake up in the early morning. I wake up in the early. I wake up early morning. അവിടെ in വരുമ്പോ ഒരു 7 വരുമ്പോ ഇന്ത്യയിൽ കുഴപ്പമില്ല. I wake up early in the morning. അങ്ങനെ പറയണം. I wake up early in the morning. Okay. Apple is in the fridge. I like to travel in car. I like to travel in car. Mistake ആണ് കേട്ടോ. Travel വരുമ്പോ അവിടെ in preposition അല്ല വരാം. Okay. അത് ഞാൻ പറയാം. I pursue my BTech in 2017. Okay, I purchased a car in June. She is an teacher was Bloom in spring. She was born in July. Her birthday is in May, and I had my breakfast in the evening. In the morning, I'm living in a beautiful village. I'm in our class started in 2025. She's in the room. The meeting is in the afternoon. I'm in a bus. I live. I'm living, not I. Okay, I'm living in Kannur. I visited Manali in summer. My birthday is in December. Okay. I'm living in Tirupur, Viranda. Okay. I will use cotton dresses in summer. I will use. I wear. I wore. Okay. I wear or wore. That's the key.
I wore cotton dresses in summer. I born in 1995. My book in the chair no, chair in the on our out. ഇന്നാണെങ്കിൽ my book is in the draw പറയാം. Okay, draw നമ്മുടെ ഉള്ളിലല്ലേ പറയാം. I purchased my ration in last month. I had my breakfast in morning. In the morning one correct. Yesterday I was in hospital. Yeah, yesterday I was in hospital. Yeah, our new project is starts with summer vacation. I will match my friends in next week. Match or meet next week. I will see you on next year. I will see you on next year. I will see you next year. Okay. The books are in my bag. We will meet in the evening. I'm gone. Not. I'm going in a car. I'm going in a car. Christmas is the next month. Okay. She lives in Paris. The children are playing in the park. The meeting is scheduled in the afternoon. I will meet in the morning. Pen is in the box. So school reopens in June. I was born in 2000. The cat is in the box. I left my bag in the car because the beach in summer. My birthday is in March. Yeah. The students excel in the Smart Street Academy. The students excel in Smart Street Academy. The sun shines brightly in the day. I will meet my brother in next month. The family enjoyed the holiday in OT. The last vehicle was stuck in the pond. The weather is inch. Last vehicle in the current vehicle I'm living in Wayanad. My birthday is in June. I'm in a meeting. Visited in Munnar in summer season. I visited Munnar in summer season. I wake up in the morning. Yeah. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഓൺ ഇൻ രണ്ട് പൊസിഷൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ആക്ട് ഓൺ ഇൻ ഇതെങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓരോ പ്രൊപ്പോസിഷനും കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പൊ ഉള്ള ഡൗട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പ്രൊപ്പോസിഷൻ എല്ലാം കഴിഞ്ഞിട്ട് എന്റെ വേറൊരു ക്ലാസ്, അതായത് അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കണക്ട് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ ക്ലിയർ ആകും. ഇനി അതൊക്കെ വന്നിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിച്ച് സൊല്യൂഷൻ ചെയ്ത് സോ ദാറ്റ്സ് ഓൾ. ദെൻ വൈൻഡ് അപ്പ് ചെയ്യാൻ അപ്പുറം എന്നാല് മിസ് ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒത്തിരി പേർക്ക് ഞങ്ങളുടെ ഇപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റണില്ല. ഇന്നലെ ഇന്നും ഒക്കെ സെയിം പ്രോബ്ലം. ഇപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ ഒന്ന് പറയുമോ? ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. എന്താണ് എന്തോ സംതിങ് റോങ് എന്നൊക്കെയാ കാണിക്കണേ. ഇന്നലെയൊക്കെ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് പേർക്കുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അവര് മെസ്സേജ് അയക്കുന്നുണ്ട്. ലിങ്കിലൊക്കെ കയറിയാണ് കണ്ടിട്ട് ഞങ്ങൾ ഇന്നിപ്പോ ക്ലാസ്സിൽ കയറിയത്. ആണോ? ഓക്കെ, നിങ്ങള് സൈൻ ഔട്ട് പറയൂ. ഒരു കാര്യം പോകരുത്. ഞാൻ ഇൻഫോം ചെയ്യും. ഓക്കെ ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പെട്ടെന്ന് പറയും. സമയം ഞാൻ ഇൻഫോം ചെയ്യും. ഓക്കെ, ഇന്ന് പ്രൊപ്പോസിഷൻ ഓണും ഇന്നും ആണ് പഠിപ്പിച്ചത്. ഓൺ നമ്മൾ ഡേയും, ഡേറ്റ്, ഹോളിഡേ, ലാർജ് വെഹിക്കിൾ, സർഫസ്, ടൂ വീലർ, മീഡിയ ഇവയൊക്കെ സൂചിപ്പിക്കാൻ. അതുപോലെ ഇന്ന് പ്ലേസ്, സീസൺ, വീക്ക്, മന്ത്, ഇയർ, പിന്നെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, സ്മോൾ വെഹിക്കിൾ ഇവയൊക്കെ സൂചിപ്പിക്കാനും. പിന്നെ മാം നന്നായിട്ട് ക്ലാസ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി പറഞ്ഞു തന്നു. വളരെ നന്ദി. താങ്ക് യു മാം. ഓക്കെ, സോ താങ്ക് യു. വെയിറ്റ് ചെയ്യുക, ഞാൻ പറയട്ടെ.
ഓക്കെ. നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാനില്ലെങ്കിൽ PR അയച്ചു തരും കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇൻഫോം ചെയ്യണം. ഓക്കെ. യെസ്, ക്ലിയർ ആയാലോ? ഓക്കെ. അപ്പോൾ താങ്ക് യു ഓൾ. See you next class. താങ്ക് യു മാം. താങ്ക് യു മാം.